വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാനപ്പെട്ട KICRലെ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സ്ഥിരം പഠിതാക്കളെ, അഡ്മിനുകൾ, സത്യത്തില് ഞാനൊരു പ്രതീക്ഷയില്ലാതെ ഇരിക്കുകയാണ്. അമീർ ഇരിങ്ങല്ലൂർ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഫോൺ ചെയ്തപ്പോ അതോടുകൂടി കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ ആ സമയത്ത് ക്ലാസ് റൂം അങ്ങനെ തുറക്കുകയാണ്. അപ്പൊ അദ്ദേഹം ID കണ്ടപ്പോൾ പിന്നെ എടുത്ത ഒരടവാണ് തോന്നുന്നു ഇത്. ഏതായിരുന്നാലും പിന്നെ നമ്മളെ മുജീബ് റഹ്മാനിയും ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്ന കണ്ടു, മൈക്കിൽ വരണം എന്നൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും KICRന്റെ ജിദ്ദയിലെ നേതാക്കന്മാരാവുന്ന അവര് പറയുമ്പോൾ അത് അനുസരിക്കാതിരുന്നാല് അതും ഒരു അതപുകേടാകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടും മാത്രമല്ല, ഏതായിരുന്നാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ KICRന്റെ പ്രവർത്തനം വളരെ ശ്ലാഘനീയവും സന്തോഷകരവുമാണ്. 24 മണിക്കൂറും ആദർശപരമായും ആശയപരമായും അതിലെല്ലാം ഉപരി വൈജ്ഞാനികമായുമുള്ള വലിയ ഗഹനമായ ചർച്ചകളും മറ്റും ഒക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നേരത്തെ തന്നെ ഒരു ചെറിയ ഐഡിയയിൽ ഞാനതിൽ അകത്ത് ഉണ്ടാവാറുണ്ട്. വിഷയങ്ങളൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധയോടെ കേൾക്കാറും ഒരു പഠിതാവ് എന്ന നിലക്ക് ഇരുന്ന് ശ്രദ്ധിക്കാറും പഠിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ മൈക്ക് എടുക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവാറില്ല. അടുത്തിടെ ബഹുമാനപ്പെട്ട അൽവാഫി ഉസ്താദാണ് വളരെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് കൊണ്ടുവന്ന് രാത്രികളിലൊക്കെ കുറഞ്ഞ സമയങ്ങളൊക്കെ സംസാരിക്കാറും മറ്റുമൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും എന്താണ് പറയേണ്ടത് എന്നൊന്നും എനിക്കൊരു ധാരണ ഇപ്പോഴില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ റെഡിമെയ്ഡ് ചെയ്ത് വന്നാൽ എന്തെങ്കിലുമൊക്കെ പറയാ എന്നല്ലാതെ ഇങ്ങനെ പെട്ടെന്നൊന്നും വിളിച്ചു വരുത്തിയാലൊന്നും ഒന്നും അങ്ങനെ പറഞ്ഞു ഒരു പറയലായിക്കൊള്ളണം എന്നില്ല എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുജീബ് റഹ്മാനി ഉസ്താദ് അതൊക്കെ അത് അത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കണമെന്ന് വിനയപരസ്പരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഏതായിരുന്നാലും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത മൂലകളിലിരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ മുഹിബ്ബീങ്ങളായ ദാസന്മാരായ ഒരു പറ്റം ആളുകൾ ഇങ്ങനെ ഈ ഒരു അള്ളാഹുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കൂടിയിരിക്കുക, മനസ്സുകളൊക്കെ ഒന്നിച്ച് ശരീരങ്ങളൊക്കെ വ്യത്യസ്ത ലോകങ്ങളിൽ ഇരുന്നു കൊണ്ടുള്ള ഈ ഒരു സംരംഭം വളരെ സന്തോഷകരമാണ്. അതുമാത്രമല്ല, നമ്മുടെയൊക്കെ സമയങ്ങൾ അള്ളാഹു തന്ന സമയം എന്ന് പറയുന്ന അഥവാ നമ്മുടെ നിമിഷങ്ങളൊക്കെ അവന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാക്കി മാറ്റാനൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് ഈ ക്ലാസ് റൂം, ഇതിൽ നടക്കുന്ന ചർച്ചകൾ, ഇതിലുള്ള പറയല്, ഇതിലുള്ള കേൾക്കല്, ഇതിന് പ്രചോദനം നൽകലും ഒക്കെ എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. സമയത്തിന്റെ വില, അപ്പൊ നേരത്തെ ഇവിടെ കളിയുടെ കാര്യമായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അങ്ങനെ ഒരു ജ്വരമാണ് നാട്ടിലിങ്ങനെ, അതിന് പാശ്ചാത്യരുടെ മുഴുവൻ ആ സംസ്കാരവും ഏറ്റുവാങ്ങി അതിങ്ങനെ കൊണ്ടു നടന്ന് അതിന് നമ്മുടെ യുവാക്കളായ, നമ്മുടെ ചെറുപ്പക്കാരായ, നമ്മുടെയൊക്കെ മക്കൾ തന്നെ അതിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ യുവ സമൂഹത്തെ അള്ളാഹു ദീനിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കാനും ഒക്കെയുള്ള നല്ല മനസ്സും അതിനുള്ള സാഹചര്യവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമയത്തിന്റെ വില അത് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. യൗവനകാലത്ത് വില അറിയണമെങ്കിൽ വാർദ്ധക്യ സഹജമായ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് യൗവനത്തിന്റെ വില അറിയുക. അതുപോലെ ആരോഗ്യത്തിന്റെ വില അറിയണമെങ്കിൽ രോഗം വന്ന് പിടികൂടുമ്പോഴാണ് രോഗത്തിന്റെ വില അറിയുക, ആരോഗ്യത്തിന്റെ വില അറിയുക. അതുപോലെ ഭക്ഷണത്തിന്റെ വില അറിയണമെങ്കിൽ വിശപ്പ് വന്ന് നേരിടുമ്പോഴാണ് ഭക്ഷണത്തിന്റെ വില അറിയുക. അങ്ങനെ ഓരോന്നിനും അതിന്റെ ഓപ്പോസിറ്റ് അവസ്ഥ വരുമ്പോഴാണ്, അതിന്റെ നെഗറ്റീവ് അവസ്ഥ നമ്മെ നേരിടുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു നല്ല അവസ്ഥയുടെ പോസിറ്റീവായ ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ മനുഷ്യനുണ്ടാവുക. അപ്പൊ സമയം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്ന ആരോഗ്യവും സമ്പത്തും സമയവും ഒക്കെ തന്നെ അത് വിവേകത്തോടെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഭവമാണ്. അത് ഏത് ലോകത്തുള്ളവർക്കും ഏത് നാട്ടുകാർക്കും ഈ സമയം എന്ന് പറയുന്നത് അള്ളാഹു തന്ന നിമിഷങ്ങൾ, സന്ദർഭങ്ങൾ, സമയങ്ങൾ, അവസ്ഥകൾ
അതെല്ലാവർക്കും തത്തുല്യമാണ്. അതിൽ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലാണ് പ്രത്യേകിച്ച് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഖേദിക്കേണ്ടി വരിക. ഇപ്പോ ദിവസവും സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ അത് മാസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി നമ്മുടെ വയസ്സുകൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ അതിൻ്റെതായ ഡ്യൂട്ടികൾ അവ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സത്യത്തിൽ സമയം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ആരും തന്നെ ശരിക്കും വേണ്ടതുപോലെ ചിന്തിക്കാറില്ല. സമയത്തെക്കുറിച്ചുള്ളൊരു ബോധം വിശ്വാസികളായ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. സത്യത്തിൽ വിവാഹിതയായ ഒരു വിവാഹമോചിതയായ ഒരു ദമ്പതികളോട് ചോദിച്ചാൽ അറിയാം, അവരെത്ര കാലമാണോ 10 വർഷം വിവാഹമോചിതരായി നിൽക്കുന്ന ഒരു സ്ത്രീയോട് ചോദിച്ചാൽ അറിയാം. 10 വർഷത്തിന്റെ വില വ്യക്തമായി അറിയണമെങ്കിൽ ആ സ്ത്രീയോട് ചോദിച്ചാൽ അറിയാം എന്തായിരുന്നു ആ 10 വർഷം, അതിനുള്ള മുമ്പുള്ള വർഷങ്ങളും ഒക്കെ എന്നുള്ള തട്ടിനോക്കൽ. അതുപോലെ ഒരു 2-3 വർഷത്തിന്റെ വില അറിയണമെങ്കിൽ ഒരു എക്സാമിനേഷനിൽ ഇന്റർവ്യൂ നടത്തി അതിൽ പരാജയപ്പെട്ട ഒരു ഇന്റർവ്യൂവിൽ പരാജയപ്പെട്ട, ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ട ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ അറിയാം ഒരു 2-3 വർഷത്തിന്റെ വില എങ്ങനെയാണ് എന്ന്. അതുപോലെ തന്നെ 10 മാസത്തിന്റെ വ്യക്തമായ വില അറിയണമെങ്കിൽ നമ്മെ നൊന്ത് പ്രസവിച്ച നമ്മുടെ ഉമ്മയോട്, നമ്മുടെ അമ്മയോട്, നമ്മുടെ ഉമ്മയോട്, നമ്മുടെ മാതാവിനോട് ചോദിച്ചാൽ അറിയാം 10 മാസത്തിന്റെ വില. അതുപോലെ മാസം തികയാതെ ഒക്കെ പ്രസവിക്കും. മാസം തികയാതെ പ്രസവിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ 1 മാസം മുമ്പേ പ്രസവിച്ചു, 2 മാസം മുമ്പേ പ്രസവിച്ചു, അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ആണ് 1 മാസത്തിന്റെ 2 മാസത്തിന്റെ ആഴ്ചയുടെ ഒക്കെ അവസ്ഥ അറിയുക. അതുപോലെ തന്നെ ഒരു വാരിക നടത്തുന്ന ഒരു പബ്ലിഷിംഗ് നടത്തുന്ന ഒരു എഡിറ്ററോട് ചോദിച്ചാൽ അറിയാം ഒരാഴ്ചയുടെ വില. ഞാനിത് പറയുന്നത് ഓരോ സമയങ്ങളുടെ വില മനസ്സിലാക്കണമെങ്കിൽ അതുമായി വളരെ കണിശമായി ഒരു നിശ്ചിത പീരീഡും ഒക്കെ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ ആളുകളോട്, അങ്ങനെ അള്ളാഹു സംവിധാനിച്ച ആ സംവിധാനത്തിന് അടിമപ്പെടുന്ന ആളുകളോട് അന്വേഷിച്ചാൽ അറിയാം ആ സമയങ്ങളുടെയൊക്കെ വില. അപ്പൊ സമയത്തിന്റെ വിലയെക്കുറിച്ച് വിശ്വാസികളായ നമ്മൾ വളരെ ബോധ്യപ്പെടേണ്ടതുണ്ട്, ബോധമുണ്ടാവേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആ രീതിയിൽ ചിന്തിക്കേണ്ടവനാണ് മനുഷ്യൻ, വിശിഷ്യ വിശ്വാസി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹി. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹി. നിനക്ക് നിശ്ചയിക്കപ്പെട്ട സമയം വരെ ഒരു നിശ്ചിത സമയവും നിശ്ചിത വിഭവങ്ങളുമൊക്കെ ഇവിടെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു നിശ്ചിതമായ പീരിയഡാണ് നിനക്ക് ഇവിടെ ഉള്ളത് എന്നൊരു ബോധ്യവും വിശുദ്ധ ഖുർആനിലെ അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മനുഷ്യ, നിന്റെ ജീവിതം ഏതാനും ദിവസങ്ങളാണ്. ഓരോ ദിവസം വിട പറയുമ്പോഴും നീ അല്പാൽപമായി ഇല്ലാതെയാവുകയാണ്. മനുഷ്യനോട് പറയുന്നു, നിന്റെ ജീവിതം ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. വളരെ കുറഞ്ഞ സമയമാണ് നിനക്കിവിടെ ഉള്ളത്. ദിവസങ്ങളേ ഉള്ളൂ. ഒരു എണ്ണി പരിമിതപ്പെടുത്താവുന്ന ദിവസങ്ങൾ മാത്രമേ നിനക്കിവിടെ ഉള്ളൂ. ഓരോ ദിവസവും ഇങ്ങനെ വിട പറഞ്ഞു പോകുമ്പോൾ നീ അല്പാൽപമായിട്ട് ഇല്ലാതെയാവുകയാണ്. പക്ഷെ അവിടെ മനുഷ്യൻ എന്ന് പറയുന്നവൻ, വിശ്വാസി എന്ന് പറയുന്നവൻ, അവന്റെ സ്പിരിച്വൽ എനർജി ശക്തിപ്പെടുത്തുകയും ആത്മീയമായ ഊർജം സംഭരിക്കുകയും അങ്ങനെ ആത്മീയമായ ഊർജത്തിലൂടെ അവന്റെ ആ സമയങ്ങളെ ശക്തിപ്പെടുത്തി അത് ഈമാനികമായി അതിനെ ശക്തിപ്പെടുത്തുമ്പോഴുണ്ടാകുന്ന ഒരു ഊർജം അവനക്ക് ലഭിക്കാറുണ്ട്. ആ ഊർജമാണ് യഥാർത്ഥത്തിലുള്ള ഊർജം. സത്യത്തിൽ ഭക്ഷണം ഭക്ഷിച്ച് ഉണ്ടാകുന്ന, നിക്ഷേപിക്കുന്ന ആ ഊർജം മാത്രമല്ല യഥാർത്ഥത്തിൽ ഊർജം. അതുപോലെ കായിക പ്രകടനങ്ങൾ നടത്തുമ്പോൾ നമ്മിൽ നിന്ന് കുറഞ്ഞു പോകുന്ന, ഇല്ലാതെയാവുന്ന ആ ഊർജത്തിന്റെ കുറവ്, അതല്ല ഊർജം. സത്യത്തിൽ ഊർജം എന്ന് പറയുന്നത് അവന്റെ ഉള്ളിലുള്ള, നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ഞാൻ ഉണ്ട്. ഒരു കമാൻഡ് ആൻഡ് സെൻട്രൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരു ഈഗോ ഉണ്ട്, ഞാൻ. അത് മനുഷ്യനിൽ മാത്രമാണ് അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ളത്. അത് മറ്റു മൃഗങ്ങളിൽ അള്ളാഹു അത് സംവിധാനിച്ചിട്ടില്ല. അത് മനുഷ്യനിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനം.
ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു നിയന്ത്രണ വിധേയമായ ഒരു ഭാഗം മനുഷ്യനിലുണ്ട്. ആ ഒരു ഭാഗത്തെ വളരെ ചിന്തയോടെ ശ്രദ്ധയോടെ നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജമുണ്ട്. അതാണ് ആത്മീയമായ ഊർജം. ആ ഊർജത്തിലൂടെയാണ് അതിനടിമപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മുടെ സമയങ്ങളെ, സന്ദർഭങ്ങളെ, നമ്മുടെ നിമിഷങ്ങളെ ഒക്കെയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ച, നമ്മളെപ്പോഴും കേട്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു ഹദീസ് ഉണ്ടല്ലോ, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് അധികരിച്ച ആളുകളും അശ്രദ്ധവാന്മാരായ രണ്ട് നിഅമത്തുകൾ. അത് ഒന്ന് അസ്സിഹ്ഹതു വൽ ഫറാഗ്, ഒന്ന് ആരോഗ്യവും ഒന്ന് ഒഴിവ് സമയവുമാണ്. ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോധമുണ്ടാവണമെങ്കിൽ അനാരോഗ്യം രോഗം നേരിടുമ്പോഴാണ്. ഒഴിവ് സമയത്തിന്റെ വിലയറിയണമെങ്കിൽ അവൻ റിസ്ക് പിടിച്ച് ഒരു ബിസിയായി അവൻ ഇടവും വലവും മുന്നിലും പിന്നിലും തിരിയാനും മറിയാനും പറ്റാത്ത തരത്തിലുള്ള ഒരു റിസ്ക് പിടിച്ച ഒരു വ്യാപൃത ഒരു ജോലിയിലോ ഒരു പ്രവർത്തനങ്ങളിലോ വ്യാപൃതനാകുമ്പോഴാണ് ഒരല്പം ഒഴിവ് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്ന് നിസ്കരിക്കാമായിരുന്നു, ഒരു സ്വല്പം ഒഴിവ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇബാദത്തെടുക്കാമായിരുന്നു, എനിക്ക് സ്വല്പം ഖുർആൻ പാരായണം ചെയ്യാമായിരുന്നു, എനിക്ക് ചില ദിക്റുകൾ ചൊല്ലാമായിരുന്നു, എനിക്ക് മഹാന്മാരുമായി ബന്ധപ്പെടാമായിരുന്നു. അങ്ങനെ മനുഷ്യന്റെ മനസ്സിലിങ്ങനെ നന്മയിലേക്ക് താല്പര്യമുള്ളവന് ഇങ്ങനെ തോന്നിപ്പോകും, എനിക്ക് ഒരു സ്വല്പം സമയം കിട്ടിയിരുന്നെങ്കിൽ. കിട്ടുന്ന സമയത്തും ഒഴിവുള്ള സമയത്തും നമുക്ക് യാതൊരു ചിന്തയും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഫുദൂലിയാത്തിൽ ഇടപെട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ എന്ന് പറയുന്ന കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് സംവിധാനങ്ങളുമൊക്കെ ഉപയോഗപ്പെടുത്തി കിട്ടുന്ന അതിന് അനാവശ്യമായ തീർത്തും ഹറാമായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് സമയങ്ങളെ റൂമിനകത്തും ഫ്ലാറ്റിനകത്തും നമ്മുടെ ജോലി സ്ഥലത്തുമൊക്കെ തള്ളി നീക്കി നശിപ്പിച്ച് കൊല്ലുന്ന അവസ്ഥ. ആ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാവേണ്ടതുണ്ട്. ആ സമയമൊക്കെയും സത്യത്തിൽ ഈ ഇന്റർനെറ്റ് അതുപോലെ ഈ സംവിധാനങ്ങളൊക്കെയും ഇതൊക്കെ വലിയ നിഅമത്തായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അപ്പൊ ഫേസ്ബുക്കിൽ 24 മണിക്കൂറും ചടഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്റർനെറ്റ് സംവിധാനത്തിലൂടെ മറ്റും പല മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചടഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. ശരിക്ക് ഒന്നിങ്ങോട്ട് തിരിഞ്ഞാൽ, ഇപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ നല്ല നല്ല മെസ്സേജുകൾ, വിജ്ഞാനപ്രദമായ പഠനാർഹമായ ചിന്തോദ്ദീപകമായ തത്വജ്ഞാനികളുടെ വചനങ്ങൾ, വാക്കുകൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങൾ, അങ്ങനെ തുടങ്ങിയതൊക്കെയും നമുക്ക് പഠിപ്പിക്കാൻ, മെസ്സേജ് ചെയ്യാനുള്ള ഒരു സന്ദർഭവും കൂടിയാണ് ഇതൊക്കെയെന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ വലിയ പ്രതിഫലമുണ്ട്. അപ്പോൾ ആ ക്ലിക്ക് ചെയ്യുന്ന കൈയിന്റെ ക്ലിക്കിനും പ്രതിഫലമുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾക്ക് പ്രതിഫലമുണ്ട്. അത് സപ്ലൈ ചെയ്യുമ്പോൾ അത് എത്ര ആളുകളിലേക്കാണോ ഷെയർ ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെയും പ്രതിഫലമുണ്ടാവും. നേരെ മറിച്ചത് വേണ്ടാത്ത ഒന്നാണെങ്കിൽ അതിൻ്റെതായ ആ ഒരു തിന്മയുടെ ആ ശിക്ഷയും അതും അവന്റെ വരവിൽ വെക്കും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ വലിയ പ്രതിഫലാർഹമായ സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള നടന്നു വരുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന ഒരാളെ നബി ഇങ്ങനെ കണ്ടപ്പോൾ മെയിൻഡ് ചെയ്യാതെ പോകുന്ന ഒരവസ്ഥയുണ്ടായി. വെറുതെ ഇരിക്കുകയാണ്. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവാം, ഓവ് പാലത്തിന്റെ തിണ്ണയിലും ബസ് സ്റ്റോപ്പിന്റെ സീറ്റിങ്ങിലുമൊക്കെ ഇരുന്ന് സമയം സമയത്തെ നശിപ്പിച്ച് ഒന്നിനും പെടുത്താതെ ഇങ്ങനെ കൊന്നു കളയുന്ന ചില വിഭാഗം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഉദാഹരിക്കുക. പ്രവാചകൻ ഇങ്ങനെ മദീനത്തെ പള്ളിയിലൂടെ പരിസരത്തൂടെ നടക്കുമ്പോൾ വെറുതെ ഇരിക്കുന്ന ഒരാളെ നബി കണ്ടപ്പോൾ അഭിവാദ്യം ചെയ്യാതെ ഇരുന്നൊരു സംഭവം ഉണ്ടായി. തിരിഞ്ഞു നോക്കാതെ പ്രവാചകൻ മൈൻഡ് ചെയ്യാതെ പോയി. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആ മനുഷ്യൻ അയാൾ എന്തോ ഒരു കാര്യമായ ജോലിയിൽ ഏർപ്പെടുന്നത്, ജോലി ചെയ്യുന്നതായിട്ട് പ്രവാചകൻ കണ്ടപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമയങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ ഇബാദത്തിലായി അവന് വഴിപ്പെടുന്നതിലൂടെ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി, ക്രയവിക്രയങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവഹാരങ്ങൾ
തൊഴിലുകൾ, അധ്വാനങ്ങൾ അതൊക്കെയും ഇബാദത്താക്കി മാറ്റാൻ പറ്റും നിയ്യത്ത് കൊണ്ട് അതൊക്കെയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാക്കാൻ പറ്റും. ഇപ്പോൾ ബൈലക്സ് മെസഞ്ചറിന്റെ മുമ്പിലിരിക്കുന്ന നമുക്കും നമ്മുടെ നിയ്യത്ത് കൊണ്ട്, നമ്മുടെ സന്ദേശ സപ്ലൈ ചെയ്യലുകൊണ്ട്, നന്മയെ സപ്ലൈ ചെയ്യലുകൊണ്ട് നമുക്കതൊക്കെയും അള്ളാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാക്കി മാറ്റാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഒരിക്കൽ, ഇന്നീ ലഅബ്ഗദു റജുല അറാഹു ഫാരിഗൻ ലാ ഫി അംരി ദുനിയ വലാ ഫി അംരി ആഖിറ. ഇന്നീ ലഅബ്ഗദു റജുല അറാഹു ഫാരിഗൻ, ശൂന്യനായി ഒഴിഞ്ഞിരിക്കുന്ന ഒരു ജോലിയും ചെയ്യാത്ത ഒരു പുരുഷനെ ഞാൻ അങ്ങേയറ്റം ദേഷ്യപ്പെടുന്നു. എന്താ കാരണം? ലാ ഫി അംരി ദുനിയ വലാ ഫി അംരി ആഖിറ, ദുനിയാവിന്റെ കാര്യത്തിലോ ആഖിറത്തിന്റെ കാര്യത്തിലോ യാതൊരു ശ്രദ്ധയും ആ മനുഷ്യന് ഇല്ല എന്ന്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല. ഏതായിരുന്നാലും മൈക്ക് എടുക്കാൻ ബഹുമാനപ്പെട്ട അമീർ സാഹിബും മുജീബ് റഹ്മാനിയും ഒക്കെ നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനങ്ങനെ എടുത്തു പോയതാണ്. അങ്ങനെ ഇനിയും ആരെങ്കിലുമൊക്കെ മൈക്കിൽ വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ, സംസാരിക്കട്ടെ, നിർദ്ദേശങ്ങൾ നൽകട്ടെ. ഞാൻ ചുരുക്കുന്നു. അപ്പോൾ സമയം എന്ന് പറയുന്നത് നമ്മെ കാത്തു നിൽക്കുകയില്ല. നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങിപ്പോവുകയാണ്. അഫലപ്രദമായ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ, നമ്മുടെ ഭൗതികമൊക്കെ നമുക്ക് ആത്മീയതയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. നാം ചെയ്യുന്ന സർവ്വക്രയ വിക്രയങ്ങളും അത് ഇബാദത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുപോയി വെക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുമെന്ന നിലക്ക് നമ്മുടെ മുഴുവൻ ഹറക്കാത്ത് സക്കനാത്തുകളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമാക്കി കൊണ്ടുപോയി വെക്കാനുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മുടെ പ്രവർത്തകരായ, നമ്മുടെ സഹചരായ, കൂട്ടുകാരായ നമുക്കൊക്കെ ഉണ്ടാവണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സലഫുകളിൽപ്പെട്ട ചില ആളുകൾ പറയുകയുണ്ടായി, അല്ലൈലു വന്നഹാറു യഅമലാനി ഫീക, ലൈലും നഹാറും നിനക്ക് വേണ്ടി നിന്നിൽ അത് ജോലി ചെയ്യുന്നു. ഫഅമൽ അൻത ഫീഹിമ, അതുകൊണ്ട് അപ്പോൾ നീ ആ രണ്ട് വിഷയങ്ങളിലും നീ ജോലി ചെയ്യണം. ലൈലും നഹാറും നിനക്ക് വേണ്ടി ഇങ്ങോട്ട് ജോലി ചെയ്യുന്നു. രാവും പകലും എങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം അറിയാതെ, നമ്മൾ ചിന്തിക്കാതെ, നമ്മളുടെ നിയന്ത്രണത്തിന് അതീതമായി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. രാവ് വരുന്നു, പകല് വരുന്നു. നാം സമയം വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു, എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു. അങ്ങനെ സമയം ഇങ്ങനെ അതിൻ്റെതായ വഴിയിലൂടെ സഞ്ചരിക്കുന്നു. പക്ഷെ ഫഅമൽ അൻത ഫീഹിമ, അപ്പോൾ നീ അതിൽ രാത്രിയിലേക്കുള്ളത് നീ ഡിവൈഡ് ചെയ്ത് നീ പ്രവർത്തിക്ക്, പകലിലേക്കുള്ളത് നീ ഡിവൈഡ് ചെയ്ത് നീ പ്രവർത്തിക്കുക. അങ്ങനെ നീ നിന്റെ ശരീരത്തിന് വേണ്ടുന്ന വിശ്രമങ്ങൾ കൊടുക്കുകയും അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും അതുപോലെ വ്യവഹാരങ്ങളിലൊക്കെ ഇടപെടുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ അതോടൊപ്പം അള്ളാഹുവിന്റെ വെറും ദുനിയവിയായ വിഷയങ്ങളിൽ മാത്രം ആയിരിക്കരുത് നമ്മുടേത്. നമ്മുടെ ദുനിയാവൊക്കെ നമുക്ക് ആഖിറത്തിലേക്കാക്കി മാറ്റാൻ സാധിക്കും. നമ്മൾ ഇബാദത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. 5 നേരത്തെ നിസ്കാരം, അതിനെ തുടർന്നുള്ള മറ്റ് നിസ്കാരങ്ങൾ, അങ്ങനെയുള്ള സുന്നത്തായ നോമ്പുകൾ, അതുപോലെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ, മാസങ്ങൾ ഒക്കെയും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിഭവസമൃദ്ധമായ അള്ളാഹു പ്രതിഫലങ്ങളുടെ നിറക്കൂട്ടുകൾ നിക്ഷേപിച്ച ഒരു സമയവും സന്ദർഭവും മാസങ്ങളും ഒക്കെയാണ് വരാനിരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി വിശ്വാസികളായ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറയുകയുണ്ടായി, ഇന്ന ഹാദിഹിൽ ലൈലു വന്നഹാറു ഖസാനതാൻ, നിശ്ചയം രാവും പകലും അത് 2 ഖജനാവുകളാണ്. ഇന്ന ഹാദിഹിൽ ലൈലു വന്നഹാറു ഖസാനതാനി, നിശ്ചയം രാവും പകലും അത് 2 ഖജനാവുകളാണ്. ഫൻദുറൂ മാ തദഊന ഫീഹിമാ, എന്താണ് അതിൽ നീ നിക്ഷേപിക്കുന്നത് എന്ന് നീ ശ്രദ്ധിക്കണം. ഉറപ്പല്ലേ, രാവിൽ എന്ത് ഞാൻ ചെയ്യുന്നു, പകലിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്താണ് എനിക്ക് എന്റെ ആത്മീയ ലോകത്തേക്ക്, എന്റെ ഭൗതിക ലോകത്തേക്ക് ഞാൻ എന്ത് ചെയ്തു എന്നൊരു ചിന്ത ഓരോ മനുഷ്യനും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ സമയങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മനുഷ്യനെന്ന് പറയുന്നവൻ അവന്റെ മനസ്സ് 2 തരത്തിലാണ്. 2 തരത്തിലുള്ള മനസ്സാണ് മനുഷ്യനുള്ളത്. ഒന്ന് നന്മ പ്രേരക മനസ്സ്, മറ്റൊന്ന് തിന്മ പ്രേരക മനസ്സ്. നന്മ പ്രേരക മനസ്സിനെ അവൻ പ്രോത്സാഹിപ്പിക്കണം, തിന്മ പ്രേരക മനസ്സിനെ അവൻ മാറ്റി നിർത്തണം. തിന്മ പ്രേരക മനസ്സിനെ മാറ്റി നിർത്തണം. അപ്പോഴാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും നമ്മിൽ ഓരോരുത്തരിലും ഒരു പിശാചുണ്ട്. നമ്മിൽ ഓരോരുത്തരിലും ഇബ്ലീസിന്റെ ആ സൈന്യാംഗങ്ങളിലെ ഒരാള് നമ്മിലുണ്ട് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം. നമ്മെ അവൻ എപ്പോഴും ദുർബോധനം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ നമ്മുടെ മുമ്പിൽ നെഗറ്റീവായ നമ്മെ തിന്മയിലേക്ക് വലിച്ചിഴക്കാനുള്ള തിന്മ വരുത്തി തീർക്കാൻ, തിന്മ പ്രവർത്തിപ്പിക്കാൻ, തിന്മ ചിന്തിപ്പിക്കാൻ
തിന്മയിലേക്ക് നടക്കാൻ, തിന്മയിലേക്ക് ഇരിക്കാൻ, തിന്മയിലേക്ക് പിടിക്കാൻ, തിന്മയിലേക്ക് നോക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ അവൻ നമ്മിലേക്ക് വലിച്ചു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് അവിടെ നമ്മുടെ നന്മ പ്രേരക മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നന്മ പ്രേരക മനസ്സിനെ ശക്തിപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ മുമ്പിലുള്ള മീഡിയകൾ ഏതോ ആവട്ടെ, ടെലിവിഷൻ ആവട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ഇന്റർനെറ്റ് സംവിധാനമാവട്ടെ, എന്തൊക്കെയാകാൻ, ബൈലക്സ് മെസഞ്ചർ തന്നെ ആവട്ടെ, അതിലൊക്കെയും നമുക്ക് നന്മയിൽ അധിഷ്ഠിതമായ, പഠനാർഹമായ, ചിന്താർഹമായ, നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിലേക്ക് ആവശ്യമായ കാര്യങ്ങളെ ആവാഹിച്ചെടുക്കാൻ, സാംശീകരിച്ചെടുക്കാനുള്ള ഒരു സാങ്കത്യമായി അതിനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിന് നന്മ പ്രേരക മനസ്സിനെ ശക്തിപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഇനിയും പറഞ്ഞു പോകുമ്പോൾ നീട്ടിപ്പോവും. അതിൽ ആർക്കെങ്കിലും നിർത്തണം എന്ന ഇതുണ്ടെങ്കിൽ സൂചിപ്പിച്ചാൽ അവിടെ സ്റ്റഡം ബ്രേക്ക് വിടും കേട്ടോ. ഞാൻ അങ്ങനെ ആ ഒരു സമയത്തിന്റെ, നമ്മുടെ സന്ദർഭത്തിന്റെ, അതല്ലെങ്കിൽ അതിന്റെ ആ ലദ്ദത്ത് കൊണ്ടിങ്ങനെ സംസാരിച്ചു പോവുകയാണ്. അള്ളാഹു നമ്മുടെ സംസാരങ്ങളൊക്കെയും കബൂൽ ചെയ്യുമാറാവട്ടെ. പലരും തുടരുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ ആ അർത്ഥത്തിലൊന്നും ഞാൻ ഏതായിരുന്നാലും ഒരു ഒറ്റ ഹദീസ് കൂടി, ആ നന്മ പ്രേരക മനസ്സിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. തിന്മ പ്രേരക മനസ്സിനെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന പ്രവിശാലമായ ഈ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോം, അള്ളാഹു സംവിധാനിച്ച ഇസ്ലാം എന്ന് പറയുന്ന ഈ സംവിധാനത്തിന്റെ ഒരു വിശാലമായൊരു കാഴ്ചപ്പാടുണ്ട്, വിശാലമായൊരു ഒരു രീതിയുണ്ട് ഇസ്ലാമിന്. അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരൊറ്റ ഹദീസ് നമ്മുടെ ചിന്തകൾക്ക് ശക്തി പകരാൻ, നമുക്കൊക്കെ പഠിക്കാൻ അറിയാൻ, അത് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ സംസാരം ഇൻഷാ അല്ലാഹ് ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്ത ഫീമാ യർവി അൻ റബ്ബിഹി, തന്റെ റബ്ബിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത അഥവാ ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ടല്ലോ. നമ്മളൊക്കെയും ഇവിടെ ഉസ്താദുമാർ ഒട്ടനവധി ആളുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ എന്തെങ്കിലും പറയുന്നത് അത് കേടാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതോടൊപ്പം എന്തെങ്കിലും പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന് ഉസ്താദുമാർ തിരിച്ചു തരണം. ബഹുമാനപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസ്സയ്യിആത്ത്, നിശ്ചയം നന്മകളും തിന്മകളും അള്ളാഹു എഴുതി നിശ്ചയിച്ചിട്ടുണ്ട്. നന്മകളും തിന്മകളുമൊക്കെ അള്ളാഹു എഴുതി നിശ്ചയിച്ചിട്ടുണ്ട്. സുമ്മ ബയ്യന ദാലിക, പിന്നെ അത് വ്യക്തമാക്കി വിശദീകരിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഫമൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കതബഹല്ലാഹു തബാറക വതആല ഇൻദഹു ഹസനത്തൻ കാമില. ഫമൻ ഹമ്മ ബിഹസനത്തിൻ, അപ്പോൾ വല്ലവരുത്തനും ഒരു നന്മ കൊണ്ട് വിചാരിച്ചാൽ, ഫലം യഅമൽഹ, അപ്പോൾ അതിനെ തൊട്ട് അതുകൊണ്ട് അവൻ പ്രവർത്തിച്ചില്ല. ഒരു സംഗതി ചെയ്യണമെന്ന് വിചാരിച്ചു, ചെയ്യണമെന്ന് കരുതി ഒരു നന്മ, പക്ഷേ സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയിട്ട് അത് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ കതബഹല്ലാഹു തബാറക വതആല, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടുക്കൽ എഴുതി നിശ്ചയിച്ചിരിക്കുന്നു ഇൻദഹു ഹസനത്തൻ കാമില, പരിപൂർണമായൊരു നന്മ. അപ്പോൾ ഒരു നന്മ ചെയ്യണമെന്ന് കരുതി, പക്ഷെ സാഹചര്യങ്ങളുടെ വശംവദനായി അതിലേക്ക് എത്തിപ്പെട്ടില്ല, ചെയ്യാൻ സാധിച്ചില്ല. ചെയ്യണമെന്ന ഉത്കടമായ ആഗ്രഹം, ഒരു നിഷ്കളങ്കമായ ഒരു ചിന്ത, ഒരു ആഗ്രഹം ഒരു വിശ്വാസിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ അവനക്ക് ഒരു നന്മയുടെ, പരിപൂർണമായൊരു നന്മയുടെ പ്രതിഫലം അള്ളാഹു എഴുതി വെക്കുമെന്ന്. അതുപോലെ വൈൻ ഹമ്മബിഹ, ഇനി ഒരുത്തൻ അത് വിചാരിച്ചു, ഫഅമിലഹ, അതിനെ ചെയ്യുകയും ചെയ്തു, കതബഹല്ലാഹു അശറ ഹസനാത്തിൻ ഇലാ 700 ളിഅഫിൻ ഇലാ അൽഅഫിൻ കതീറ. അങ്ങനെ ഒരുത്തൻ ഒരു സംഗതി വിചാരിച്ചു, അതുകൊണ്ട് അവൻ പ്രവർത്തിക്കുകയും ചെയ്തു എങ്കിൽ അള്ളാഹു അവനിക്ക് 10 നന്മകൾ എഴുതുകയും അത് 700 ഇരട്ടി വരെ, അതിനേക്കാൾ ഇരട്ടിയിലേക്ക് അത് ഉയർത്തുകയും ചെയ്യുമെന്ന്. ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ കാഴ്ചപ്പാട്, അള്ളാഹുവിന്ന് റഹ്മാനായ തമ്പുരാന്റെ വിശാലത, അവന്റെ വിശാലമായ അടിമകളോടുള്ള കാരുണ്യത്തിന്റെ ഒരു പ്രവിശാലമായ ലോകമല്ലേ നമ്മളിവിടെ കാണുന്നത്. ഒരു നന്മ ചിന്തിച്ചു, ചെയ്തില്ലെങ്കിൽ പോലും ആ ഉൾക്കടം, ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ, വിചാരിച്ചു എന്ന് പറഞ്ഞാൽ വിചാരിച്ചു എന്ന് വിചാരിച്ചാൽ പോരാ, അത് അഭിനയിച്ചാൽ പോരാ. നിഷ്കളങ്കമായ ഒരു നന്മ ചെയ്യണമെന്നൊരുത്തൻ വിചാരിച്ചു, പക്ഷേ ചെയ്യാനുള്ള സാഹചര്യം ഒത്തിണങ്ങി അത് ചെയ്തില്ല എങ്കിൽ പോലും ഒരു നന്മയുടെ, പരിപൂർണ നന്മയുടെ പ്രതിഫലം അവൻ എഴുതി വെക്കപ്പെടുമെന്ന്. ഇനി ഒരുത്തൻ വിചാരിച്ചു, അത് ചെയ്തെങ്കിൽ 10
700-ഉം അതിനേക്കാൾ ഇരട്ടിയിലേക്കും അവന്റെ പ്രതിഫലം വർദ്ധിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാം എത്രമേൽ കരുണാമയമായാണ് തന്റെ അടിമകളെ കാണുന്നത്, എത്ര കാരുണ്യത്തോടെയാണ് ഈ അടിമകളെ മനുഷ്യ മക്കളോട് അള്ളാഹു സംവദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന്റെ മറ്റൊരു വശം, വൈൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരു തെറ്റ് ചെയ്യണമെന്ന് ഒരുത്തൻ കരുതി, ഒരുത്തൻ അല്പം മദ്യം കഴിക്കണമെന്ന് കരുതി, അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ വ്യഭിചരിക്കണമെന്ന് കരുതി, അല്ലെങ്കിൽ ഒരു തെറ്റായ പ്രവർത്തനം ചെയ്യണമെന്നൊരുത്തൻ കരുതി, എന്തോ ആവട്ടെ വൈൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരു തെറ്റ് ചെയ്യണമെന്നൊരുത്തൻ കരുതി, ഫലം യഅമൽഹ, അപ്പോൾ അതിനെ അവൻ പ്രവർത്തിച്ചില്ല, അതിന് അങ്ങനെ സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയിട്ട് അത് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിയില്ല, കൂട്ടുകാരുടെ കൂടെ കൂടി അല്പമൊന്ന് മദ്യം സേവിക്കണമെന്ന് കരുതി, പ്രവാസ ലോകത്തൊക്കെയും വ്യാഴാഴ്ച രാത്രികളിൽ ചില ഭാഗങ്ങളിലൊക്കെ നന്മയുടെ ഒട്ടനവധി തുരുത്തുകൾ നടക്കുമ്പോൾ പല ഭാഗങ്ങളിലും പല റൂമുകളിലും ഒക്കെ മദ്യത്തിന്റെയും മദിരാക്ഷിയുടെയും ഒക്കെ കൂട്ടുകൂടുന്ന രംഗങ്ങളൊക്കെയും പ്രവാസ ലോകത്തുണ്ടല്ലോ, നമ്മുടെ എത്രയില്ല എന്ന് പറഞ്ഞാലും അതൊക്കെ ഉള്ളത് തന്നെയാണ്. നാട്ടിലും അതുപോലെ തന്നെ വ്യാപകമായി മദ്യത്തിനും മറ്റുമൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന എത്രയോ യുവാക്കൾ, അങ്ങനെ ഒരാളെ നമ്മൾ സങ്കല്പിക്കുക, ഒരുത്തൻ കരുതി അടുത്ത പ്രാവശ്യം എന്റെ സുഹൃത്തിന്റെ കൂടെ കൂടി അല്പം മദ്യം സേവിക്കണമെന്നൊരുത്തൻ ഉറച്ച നിലപാടെടുത്തു, തീരുമാനിച്ചു. പക്ഷേ സാഹചര്യങ്ങൾ അവരെ അതിലേക്ക് എത്തിച്ചില്ല. ഒന്നുകിൽ മദ്യം അവിടേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ അത് കിട്ടാവുന്ന സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെയൊക്കെ സംഭവിച്ച് അത് നടക്കാതെ പോയാൽ വൈൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരു തിന്മ കൊണ്ട് ഒരുത്തൻ വിചാരിച്ചു, ഫലം യഅമൽഹ, അപ്പോൾ അതിനെ അവൻ പ്രവർത്തിച്ചില്ല, സാഹചര്യങ്ങൾ ഒത്തിണങ്ങിയിട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ കതബഹല്ലാഹു ഇൻദഹു ഹസനത്തൻ കാമില, അള്ളാഹു അവന്റെ അടുക്കൽ അവനിക്കൊരു നന്മയുടെ പരിപൂർണമായ നന്മയുടെ പ്രതിഫലമുണ്ടെന്ന്. അവന് തെറ്റ് ചെയ്യണമെന്ന് കരുതി, അത് സാന്ദർഭികവശാൽ നടന്നില്ല, ചെയ്തില്ല പിന്നീട്, എങ്കിൽ അവർക്ക് പരിപൂർണമായ നന്മയുടെ പ്രതിഫലമുണ്ടെന്ന്. വൈൻ ഹമ്മ ബിഹ, ഇനി ഒരുത്തൻ ഒരു സംഗതി ചെയ്യണമെന്ന് കരുതി, ഒരു തെറ്റ് ചെയ്യണമെന്ന് കരുതുകയും ഫഅമിലഹ, അപ്പോൾ അതിനെ പ്രവർത്തിക്കുകയും ചെയ്താൽ കതബഹല്ലാഹു കസയ്യിഅത്തൻ വാഹിദ, ഒരൊറ്റ തിന്മയുടെ ശിക്ഷയാണ് അവൻ എഴുതി വെക്കപ്പെടുക എന്ന്. ഒരു തെറ്റ് ചെയ്യണമെന്ന് കരുതി അത് പ്രവർത്തിച്ചാൽ ഒരു തിന്മ, ഒരു തെറ്റാണ് അവന്റെ ഏടിൽ, അവന്റെ പട്ടികയിൽ എഴുതി വെക്കപ്പെടുക എന്ന്. ഇത്രമേൽ പ്രവിശാലമായ കരുണാമയമായ നോട്ടമാണ് അടിമകളോട് ഉടമയായ റബ്ബ് കാണിക്കുന്നത്. അതുകൊണ്ട് ആ ഉടമയെ മറന്നുകൊണ്ടുള്ള ഒരു നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നന്മയിൽ അധിഷ്ഠിതമായി ചിന്തകൾ, പ്രവർത്തനങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, കാഴ്ചകൾ, കേൾക്കലുകൾ ഒക്കെയും നന്മയിൽ അധിഷ്ഠിതമായി ഉപയോഗപ്പെടുത്താനുള്ള സർവ്വ തൗഫീഖും സാഹചര്യവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്മ പ്രേരക മനസ്സിനെ പ്രോത്സാഹിപ്പിച്ച് നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാനുള്ള സർവ്വ സാഹചര്യവും സർവ്വ തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. എന്തെങ്കിലും